ഡിവൈഎഫ്ഐ എടപ്പാൾ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. എടപ്പാൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ 100-ലധികം പേർ രക്തദാനം നടത്തി. ഡിവൈഎഫ്ഐ എടപ്പാൾ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സർക്കാർ ബ്ലഡ് ബാങ്കിൻ്റെയും എടപ്പാൾ ഗവൺമെൻറ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെയും സഹകരണത്തോടെ എടപ്പാൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പരിപാടി CPM എടപ്പാൾ ഏരിയ സെക്രട്ടറി T. സത്യൻ രക്തദാനം നൽകി ഉദ്ഘാടനം ചെയ്തു. ജാതിമത രാഷ്ട്രീയ ചിന്താഗതികൾക്ക് അപ്പുറത്ത് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു പ്രവൃത്തിയായിട്ടാണ് ഇതിനെ നാം കാണേണ്ടത്. ഡിവൈഎഫ്ഐ ഈ നിലപാട് അതിൻ്റെ രൂപീകരണം തൊട്ടേ ആരംഭിച്ചതാണ്. തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകാൻ പൊതുസമൂഹം എന്നും മുൻപന്തിയിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐയുടെ എടപ്പാൾ ബ്ലോക്ക് കമ്മിറ്റി ആവശ്യത്തിലേറെ ബ്ലഡ് നൽകാൻ വേണ്ടി ഇവിടെ തയ്യാറായി വന്നു. രജിസ്ട്രേഷൻ ധാരാളമുണ്ട്, അത്രയും ബ്ലഡ് എടുക്കാൻ സമയമില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്നാൽ ഇതിന് തുടർച്ചയായിട്ട് അടുത്ത ക്യാമ്പുകളിൽ ബ്ലഡ് ദാനം ചെയ്യാൻ തയ്യാറുള്ള എല്ലാ ചെറുപ്പക്കാരെയും എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് തുടർച്ചയായി ഈ പ്രവർത്തനം നടത്തും എന്നതാണ് ഡിവൈഎഫ്ഐ ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായും ബ്ലഡ് ആവശ്യമായി വരുന്ന ആരും പ്രയാസപ്പെടേണ്ടതില്ല. ഡിവൈഎഫ്ഐ ഉള്ളിടത്തോളം കാലം അത് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ മുദ്രാവാക്യം. അത്തരം മുദ്രാവാക്യം ഏറ്റെടുത്ത് ഇവർ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനം ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇത് മറ്റു സംഘടനകളും തുടരണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. 100-ലധികം യുവാക്കളാണ് രക്തദാനം ചെയ്യാൻ തയ്യാറായി എത്തിയത്. കാലത്ത് 9-ന് ആരംഭിച്ച ക്യാമ്പ് 1 മണി വരെയായിരുന്നു നടത്തിയത്. ഡിവൈഎഫ്ഐ എടപ്പാൾ ബ്ലോക്ക് സെക്രട്ടറി A. സിദ്ദിഖ്, പ്രസിഡന്റ് യദു ഗോപക്, DC അംഗം അഡ്വക്കേറ്റ് R. ഗായത്രി, ബിജു കുണ്ടയാർ, എടപ്പാൾ CHC ഇൻചാർജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിൻസി, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോബി, ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ അനസ് എന്നിവർ സംസാരിച്ചു. 1000 യൂണിറ്റ് രക്തം അടിയന്തര പ്രാധാന്യത്തോടു കൂടി പെരിന്തൽമണ്ണ ബ്ലോക്കിലേക്ക് ദാനം ചെയ്യുമെന്ന തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനം ഏറ്റെടുത്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലയിലെ വിവിധ ബ്ലോക്ക് ഘടകങ്ങളിലും മേഖലാ ഘടകങ്ങളിലും ഇത്തരത്തിലുള്ള രക്തദാനം സംഘടിപ്പിക്കുന്നത്. ഇന്ന് എടപ്പാൾ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ രക്തദാനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ രക്തദാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ രജിസ്ട്രേഷൻ വളരെ ഞെട്ടിക്കുന്ന എണ്ണം രജിസ്ട്രേഷനാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കടന്നു വന്നത് വനിതകളാണ്. ആ വനിതകൾ കടന്നു വന്നു എന്നത് തന്നെ ഈ രക്തദാനത്തിന് വലിയ പ്രചോദനം നൽകുന്ന ഒരു സന്ദേശം ഈ സമൂഹത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന തരത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ക്യാമ്പിന് അജിത് കാലഞ്ചടി, സന്ദീപ്, ഫാസിൽ, അക്ഷയ്, ഹോഷ്പി ദാസ്, SFI ഏരിയ പ്രസിഡന്റ് അഞ്ജന എന്നിവർ നേതൃത്വം നൽകി. NCV ന്യൂസ് എടപ്പാൾ. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.